ഞാൻ തുറന്നു പറയുന്നു, ഒരു ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള കാണാൻ കൊള്ളാം, ചന്തത്തിൽ സംസാരിക്കും എന്നൊന്നുമില്ല. ഉള്ളിലിരിപ്പ് തനി വർഗീയതയാണ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് രാജ്യത്തെ നേരത്തെ ശ്രീ ബാലക്കൻ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു. രാജ്യത്തെ വിഭജിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ശ്രീ വാര്യർ, സെക്കുലറിസം എന്നതിനെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ രണ്ടാം ഘട്ടത്തിൽ വരാം. ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ശ്രീ തരിഗാമിയുടെ വിഷയത്തിൽ, കാശ്മീരിലെ വിഷയത്തിൽ സീതാറാം യെച്ചൂരി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. സീതാറാം യെച്ചൂരിക്ക് കേസ് കൊടുക്കാം, ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് റഹീമിനും കേസ് കൊടുക്കാം. പാർലമെന്റിൽ പൂർണ്ണമായ ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്പോഴും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തുള്ള ആളുകൾ കൂടി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ ഭേദഗതി പാസ്സാവുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ അടിച്ചമർത്തി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയുള്ളത്? ഞങ്ങൾക്ക്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നിയമ ഭേദഗതി രാജ്യസഭയിൽ പാസ്സാകുമായിരുന്നോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. താങ്കൾ പറയണം, പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നത്? ഇൻകം ടാക്സ്, പിന്നെന്താണ് പ്രലോഭനം, ഭീഷണി. നിങ്ങളൊരു ഫെയർ പൊളിറ്റിക്കൽ പ്രാക്ടീസിന് തയ്യാറാണോ? വേണ്ട വേണ്ട. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റഹീം പ്ലീസ് ഉറച്ചു നിൽക്കൂ. ഞങ്ങൾക്ക് അങ്ങ് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ ഖണ്ഡിച്ചു. അപ്പൊ അത് അംഗീകരിക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. ഇവിടെ റഹീം എനിക്കെതിരെ കുറെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് വരാം. റീഇൻവെന്റിംഗ് 1921 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങൾ, അന്നത്തെ കലാപം, വള്ളുവനാട്ടിലെയും മേർനാട്ടിലെയും ഹിന്ദു വിരുദ്ധ കലാപം, അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും അന്നത്തെ വാളും കത്തിയും എടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആർക്കെതിരെ എടുക്കാൻ പോകുന്നത് വാളും കത്തിയും ഒക്കെ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്ന, അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവർക്ക് നിങ്ങൾ പരാതി കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഏകപക്ഷീയമാണ് റഹീമെ. റഹീമിനൊക്കെ വ്യക്തിപരമായ അജണ്ടയുണ്ട്. റഹീം പുറമേക്ക് മതേതരത്വം പറയും, വളരെ സോഫ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയും, പക്ഷേ റഹീം സുന്ദരമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ റഹീമിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൃത്യമായ മതവർഗീയതയാണ്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സ്വജന പക്ഷപാതമാണ്, ഒരു വിഭാഗത്തിനെ മാത്രമായുള്ള പ്രീണനമാണ്. സന്ദീപ് വാര്യരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത്, റഹീമിന്റെ ഉള്ളിലാണുള്ളത്, റിയാസിന്റെ ഉള്ളിലാണുള്ളത്, ഷംസീറിന്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് മുസ്ലിം മത ദാമ്പത്യാദികൾ, അല്ല ഒരു മിനിറ്റ് പറയട്ടെ, എന്തും പറയാം. ഞാൻ സംസാരിക്കട്ടെ. കാണാസുന്ദരനാണ്, മനസ്സിനുള്ളിൽ വർഗീയത ഇരിക്കുന്നു പറഞ്ഞപ്പോ വേണുവിന് പൊള്ളില്ലല്ലോ. വേണുവിന് പൊള്ളില്ലല്ലോ. റഹീമിനെ, റിയാസിനെ, ഷംസീറിനെ പറഞ്ഞ വേണുവിന് എന്തിനാ? എന്നെ പറഞ്ഞ ഞാനും തിരിച്ചു പറയും. വേണു അതിൽ കൂടി ഇടപെടണമായിരുന്നു. ഏകപക്ഷീയമായിട്ട് ഇടപെടരുത്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഏകപക്ഷീയമായി ഇടപെടരുത് വേണു. 51 ഊരിയവാൾ അറബിക്കല്ലിൽ എറിഞ്ഞിട്ടല്ല എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ അത് ആർക്കെതിരെയാണെന്ന് മനസ്സിലാക്കാൻ ചോറുണ്ടെന്ന ബുദ്ധിമതി റഹീമെ. റഹീം ആരെയാണ് പിന്തുണയ്ക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമതി. നിങ്ങൾ അങ്ങനെ വിളിക്കുന്നു വേണ്ട. നിങ്ങൾ കേരളമാണെന്ന് പറഞ്ഞ് മൂക്കി കയറ്റുന്നൊന്നും വേണ്ട. 100% ഞാൻ യോജിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ മിണ്ടിപ്പോരുന്നത് കേരളമാണെന്ന് ഭീഷണിപ്പെടുന്നോ? നിങ്ങൾ ഭീഷണിയൊക്കെ നിങ്ങൾ പോക്കറ്റിലിട്ടാ മതി. ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയും. ഒരു റഹീമിന്റെ തിട്ടൂരത്തിന്റെ ആവശ്യമില്ല, ഒരു റഹീമിന്റെ ഭീഷണിയും വേണ്ട. കയ്യിൽ വെച്ചാൽ മതി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂടാ ഇരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കട